പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് ആധികാരികമായ രാഷ്ട്രീയ വിജയം സമ്മാനിച്ച ഈ മണ്ഡലത്തിലെ എല്ലാ നല്ലവരായ വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കൂടിയുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആദ്യഘട്ടത്തിൽ UDFന് നേരിടേണ്ടി വന്നു. പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം UDFൻ്റെ എതിർപ്പാളയത്തിൽ നിന്നും ഉണ്ടായി. ആ പ്രചരണത്തിൽ നിർഭാഗ്യവശാൽ പാലക്കാട് CPM നേതൃത്വം നൽകുന്ന LDFും BJP നേതൃത്വം നൽകുന്ന NDAയും ഒരേ തൂവൽ പക്ഷികളായിട്ട് പ്രവർത്തിച്ചു. നിങ്ങൾക്കറിയാം, ഈ ആധികാരിക വിജയം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മണ്ണിലും ചക്കാന്തറ ക്രൈസ്തവ ദേവാലയ പരിസരത്തും മേപ്പറമ്പ് മുസ്ലിം പള്ളികളുടെ കേന്ദ്രമായ മേപ്പറമ്പ് പരിസരത്തും ഒരുപോലെ UDFനെ ജനങ്ങൾ പിന്തുണച്ചു എന്നുള്ളത് പാലക്കാടിൻ്റെ മതേതര സ്വഭാവം ശക്തമായി നിലനിർത്തി എന്നുള്ളതാണ്. ഇവിടെ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന ഒരുപാട് കുപ്രചരണങ്ങൾ, ഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് സംയുക്തമായി നടപ്പിലാക്കിയ BJPക്കും CPMനും കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായും കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായും വളരെ കൃത്യമായി ജനങ്ങൾ വിധിയെഴുതിയ ഒരു തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ച വയനാട് ദുരന്തം മലയാളി മനസ്സിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുള്ളവർ മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ ആ അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമ്മതിക്കാതെ വിസമ്മതിച്ച് പരസ്യമായി പ്രകടനം നടത്തിയ കേന്ദ്ര സർക്കാർ മനുഷ്യത്വ വിരുദ്ധമായാണ് പെരുമാറിയത്. രാഷ്ട്രീയം കളിച്ച് മനുഷ്യത്വ വിരുദ്ധമായ പാതയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തി. കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് താങ്ങും തണലുമായി കേന്ദ്രമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവിടം തൊട്ട് BJPയെ വിലയിരുത്തിയത് പാലക്കാട് നഗരത്തിലെ 9 വർഷക്കാലത്തെ ഭരണം. ഇത് അതിശയോക്തിയല്ല. കേരളത്തിൽ ആകെ പാലക്കാട് നഗരസഭയിലാണ് BJPക്ക് ഒരു ഭരണം കിട്ടിയത്. അപ്പോൾ കേരളത്തിൽ ഭരണം കിട്ടിയ ഏക നഗരസഭയിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും നിലനിന്നു, ഇതുപോലെ ചേരിപ്പോരും തമ്മിത്തല്ലും നിലനിന്ന് വികസനങ്ങൾ മുരടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിൽ വരെ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ലഭിച്ചത്. സമീപകാലത്തൊന്നും ഒരു തരംഗമുണ്ടായിട്ടും പാലക്കാട് നഗരസഭയിൽ UDFന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2.5 വർഷം മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സനെ അകാരണമായി മാറ്റിയതും പാർട്ടിക്കകത്ത് ശക്തമായ വിഭാഗീയത നിലനിന്ന് കൗൺസിലർമാർ, ഭരണകക്ഷി കൗൺസിലർമാരായ BJPയുടെ നേതാക്കന്മാർ വരെ പലതിലും പല യോഗത്തിലും വിട്ടുനിന്ന് അതീവ ഗുരുതരമായ സംഭവങ്ങളുണ്ടായി. നിലവിൽ മാറിയ ചെയർപേഴ്സണെതിരായിട്ടും പടയൊരുക്കം തകൃതിയാണ്. അപ്പോൾ ഒരു നഗരസഭാ ഭരണം കിട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ പദ്ധതികളിലൂടെ കിട്ടിയിട്ട് അതൊന്നും വിനിയോഗിക്കാൻ കഴിയാതെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും വികസിക്കുന്നതിലും നിലനിർത്തുന്നതിലും പൂർണ്ണമായും പരാജയപ്പെട്ട BJPയുടെ നഗരസഭയ്ക്ക് കിട്ടിയ വലിയൊരു പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം നഗരസഭയിൽ 4000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടാകുകയെന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ BJPയുടെ നേതാക്കന്മാർ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. നിങ്ങൾക്കറിയാം, 8.5 വർഷക്കാലം പിന്നിട്ട ഈ ഭരണം 5 മാസത്തിലധികമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല. ആരാണിത് വാങ്ങിക്കുന്നത്? പാവപ്പെട്ടവർ, സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായ, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊണ്ട് അരി വാങ്ങിക്കാനും മരുന്ന് വാങ്ങിക്കാനും പോലും തികയില്ല. എന്നിട്ടും നിർദാക്ഷിണ്യം പാവങ്ങളെ ശിക്ഷിച്ച ഒരു ഗവൺമെൻറ് വൈദ്യുതി ചാർജ്, വെള്ളക്കരം, വീട്ടുനികുതി, കരം എല്ലാം വർദ്ധിപ്പിച്ചു.
500 സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ 10 ഇരട്ടിയായിട്ട് അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ച ഒരു ഗവൺമെൻറ്, ജനങ്ങളെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ കൈവിട്ട ഒരു ഗവൺമെൻറ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, റേഷൻ കടയിൽ അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല. അതുപോലെ തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. ഒരു വരുമാനവുമില്ല, ആശുപത്രികളിൽ പോയാൽ ഡോക്ടറുമില്ല, മരുന്നുമില്ല. ഇങ്ങനെ അരക്ഷിതമായ ഒരു അവസ്ഥയിൽ പാവപ്പെട്ടവരെ തള്ളിവിട്ട് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വക്താക്കളായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറിയ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് കേരളം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ സമൂഹ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാലഘട്ടം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച തരത്തിൽ പ്രവർത്തിക്കാത്ത നേതൃത്വം ഇതുപോലെ ആശയ ഭിന്നത കൊണ്ടും അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിലുള്ള ഒരു ചട്ടകമാക്കി പാർട്ടിയെ മാറ്റിയത്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പാചക ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില, തൊഴിലില്ലായ്മ, അതിരൂക്ഷമായിട്ടുള്ള ഈ വിഭാഗീയത, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്ന മണിപ്പൂരിലെ വീണ്ടും വലിയ കലാപം, പാലക്കാടിനെയും അങ്ങനെ ഒരു കലാപ ഭൂമിയാക്കാൻ BJPയും CPMഉം ഒത്തുകളിച്ചത് ഏറ്റവും അവസാനം നമുക്ക് പ്രകടമായി. സന്ദീപ് വാര്യരുടെ പറയാത്ത കാര്യങ്ങൾ പ്രസ്താവനകളായി വ്യാജമായി പടച്ചുണ്ടാക്കി പ്രചരിപ്പിച്ച അവസാന സംഗതി വരെ രണ്ട് കൂട്ടരുടെയും ഒരു ഹിഡൻ അജണ്ടയായിരുന്നു. ഇത് തന്നെയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഒത്താശയും BJPക്ക് ചെയ്തു കൊടുത്ത സംസ്ഥാന ഭരണകൂടം, CPM നേതൃത്വം, പോലീസ്, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കാണിച്ചാണ് തൃശ്ശൂരിലെ ഇലക്ഷൻ അട്ടിമറിച്ചത്, ആ പൂരം കലക്കിയത്, സാമുദായിക കലാപം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയത്. അതിൻ്റെ ഒരു തുടർച്ച പാലക്കാടും നടത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇവരുടെ നിഗൂഢ ശ്രമങ്ങളെയെല്ലാം UDFന് ചേർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ജനങ്ങൾ അതിനെ പരമപുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞതാണ് ഈ റിസൾട്ട്.